എമ്പുരാൻ സിനിമയെ എതിർത്തും അനുകൂലിച്ചും സൈബർ പോര് തുടരുന്നു. സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നതിനിടയിൽ സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഗോത്ര കലാപം പരാമർശിക്കുന്നതിലൂടെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമയെന്നാണ് സിനിമയെ അനുകൂലിക്കുന്നവരുടെ വാദം. അതേസമയം ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സിനിമ എന്ന ചർച്ച ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിവിടുന്നുണ്ട്. ടി ജി സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സജിത്ത്, എമ്പുരാൻ സിനിമ വലിയ തരംഗം, തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നു. അതിനിടെയാണ് ഇന്നലെ ആദ്യത്തെ ഒരു ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഈ സിനിമയ്ക്കെതിരെ ഒരു വശത്ത് റീൽസുകളിലൂടെ നെഗറ്റീവ് റിവ്യൂകൾ ഇറക്കുന്നു, മറുവശത്ത് സൈബർ ആക്രമണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനെതിരെ വലിയ ആക്രമണം തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രത്യേകിച്ചും ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. ഇത് ഏത് തലത്തിലേക്കാണ്? ദേശീയ തലത്തിലേക്ക് പോലും ഇതിൻ്റെ ഈ സൈബർ ആക്രമണം നീങ്ങുന്നു, ഈ സിനിമ ചർച്ചയാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ ടോം, അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേരളത്തിൽ പുസ്തകങ്ങളും സിനിമകളും നാടകങ്ങളും ഒക്കെ വിവാദമുണ്ടാക്കുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സിനിമ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി വിവാദമായി മാറുന്നത്. ഒരിക്കലും എമ്പുരാൻ സിനിമയുടെ തുടക്ക ദിവസങ്ങളിലെ ചർച്ചകളിലൊന്നും ഇതിൻ്റെ ഒരു പ്രമേയം ഇത്രയധികം വിവാദമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ബജറ്റാവട്ടെ, അതിൻ്റെ നിർമ്മിതിയുടെ പ്രത്യേകതകളാവട്ടെ, ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ചയായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ ഈ സിനിമയുടെ പ്രമേയം, അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെ പ്രധാന ചർച്ചയായി മാറുന്നു എന്നതാണ് സാഹചര്യം. ഗോത്ര കലാപം സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ ഈ സിനിമ പങ്കുവയ്ക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് സംഘപരിവാർ നേതാക്കളാണ് രംഗത്ത് വന്നത്. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരം പ്രചരണങ്ങളായിരുന്നു. സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യണം, ബാൻ ചെയ്യണം, ബഹിഷ്കരിക്കണം, ഇങ്ങനെയുള്ള പല നീക്കങ്ങളും ഉണ്ടായി. സിനിമ കാണുന്നതിന് വേണ്ടി എടുത്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ ആ നീക്കമുണ്ടായത്. എന്നാൽ ഇതിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ തന്നെ ചില ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് BJP ഇന്ന് നമ്മൾ കണ്ടതാണ്, അല്പസമയം മുമ്പ് BJP അവരുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഔദ്യോഗികമായി അവർ തന്നെ വിശദീകരിക്കുന്നത്, സിനിമയെ ബാൻ ചെയ്യാനോ സിനിമയ്ക്കെതിരെയോ BJPയുടെ ഔദ്യോഗിക മുഖത്തുള്ള ആരും അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല. അത്തരം നീക്കം തങ്ങൾ നടത്തില്ല. സിനിമയുടെ വഴിക്ക്, പാർട്ടിയുടെ വഴിക്ക്, ഇതാണ് BJP ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പക്ഷേ സംഘപരിവാർ സംഘടനകളിലെ തീവ്ര നിലപാടുള്ളവർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. അവർ ഈ സിനിമ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം ചോദ്യം ചെയ്യുക തന്നെയാണ് ശ്രമിക്കുന്നത്. ഹിന്ദു വിരുദ്ധത ഈ സിനിമ പ്രചരിപ്പിക്കുന്നു എന്ന വാദമാണ് ഉയരുന്നത്. ദേശീയ തലത്തിൽ പോലും ഇത് ചർച്ചയാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ആ തരത്തിൽ പോവുകയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പൃഥ്വിരാജിനെതിരെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ പ്രകടമായി തന്നെ നടക്കുന്നുണ്ട്. നടൻ മോഹൻലാലിനെതിരെ നടക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ നടൻ സുരേഷ് ഗോപി, BJP നേതാവും BJPയുടെ MPയും കേന്ദ്രമന്ത്രിയും ഒക്കെ സുരേഷ് ഗോപിക്ക് നന്ദി പറയുന്നുണ്ട്. ഗുജറാത്ത് സർക്കാരിന്, ഗുജറാത്ത് ടൂറിസത്തിന് നന്ദി പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണയോടെ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ ഇത്തരമൊരു ഇതിവൃത്തം, ഇത്തരമൊരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് അവരെ കുഴയ്ക്കുന്ന വിഷയം. അതാണ് ഇപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ഈ നീക്കങ്ങൾക്കൊക്കെ കാരണമാവുന്നത്. ഇതിനുമപ്പുറം, ഈ ഗോത്ര കലാപത്തിനുമപ്പുറം ഈ സിനിമയിലെ ചില കഥാപാത്രങ്ങൾക്ക് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ രൂപസാദൃശ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഈ കഥാപാത്രത്തിൻ്റെ നിർമ്മിതി ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു ആക്ഷേപം കൂടിയുണ്ട്. ഇതും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പരസ്യ നീക്കത്തിലേക്ക് പോവാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളും സംഘപരിവാർ കേന്ദ്രങ്ങളും പൊതുവിൽ നടത്തുന്നത്. രാവിലെ മുതലുള്ള നമ്മുടെ ചർച്ചയിലടക്കം പ്രതികരിച്ചവരൊക്കെ അത്തരമൊരു നിലപാടാണ് പൊതുവിൽ സ്വീകരിക്കുന്നത്. അതേസമയം ഈ സിനിമ ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം, ഈ സിനിമ ഇടത് രാഷ്ട്രീയത്തെയും വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശനമുണ്ടെങ്കിൽ കൂടിയും പൊതുവിൽ ഇടത് നേതാക്കളും ഈ സിനിമയെ ഏറ്റെടുക്കുന്നു എന്നതാണ്. സമീപകാലത്ത് ഏറ്റവും നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമ എന്നതാണ് ഈ എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത് ചർച്ച നടക്കുന്നത്. എന്തായാലും BJPയെയും BJP നേതാക്കളെയും വിമർശിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ സിനിമയെ ഏറ്റെടുക്കും. ഏറ്റവും അനുകൂല മികച്ച രാഷ്ട്രീയം പറയുന്ന സിനിമ എന്ന തരത്തിൽ അവർ പ്രചരണം നടത്തുകയാണ്. എന്തായാലും സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ എമ്പുരാൻ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. ടോം, സജിത്ത്, അത് ഇന്നലെ സിനിമ ഇറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ വലിയ രീതിയിൽ
പുറത്തിറങ്ങിയിരുന്നു. അത് സൈബറിടത്ത് തന്നെ നെഗറ്റീവ് റിവ്യൂ റീൽസുകൾ ഇറങ്ങിയിരുന്നു. അങ്ങനെയെങ്കിൽ അതിന് പിന്നിലും ഒരു അജണ്ടയുടെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായി തന്നെ അത് കാണേണ്ടതല്ലേ? അതിന് പിന്നിലും പ്രവർത്തിച്ചത് ഈ സംഘപരിവാർ അനുകൂല സംഘടനകളാണ് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അത്തരം സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല ടോം. പക്ഷേ നമ്മളറിയാം, പലപ്പോഴും ഈ സിനിമകളിൽ പോസിറ്റീവും നെഗറ്റീവുമായ റിവ്യൂകൾ ധാരാളമായി ഉണ്ടാവാറുണ്ട്. പല പ്രധാനപ്പെട്ട സിനിമകളുടെയും ആദ്യ ദിവസം തന്നെ ഈ തെറ്റായ ചില റിവ്യൂകൾ ആ സിനിമയുടെ ഭാവി, പിന്നീടുള്ള ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന നീക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എമ്പുരാൻ സിനിമയിലും തുടക്കം തന്നെ അതുണ്ടായി എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അത്തരം നെഗറ്റീവ് റിവ്യൂകൾ പൊതുവിൽ ഇന്നലെ ബോധപൂർവമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇതിവൃത്തം, ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ഡീഗ്രേഡിംഗ്, ബോധപൂർവമായ ഡീഗ്രേഡിംഗ് വിവാദവും ഇന്നലെ ഉയർന്നു വന്നത്. അത് സ്വാഭാവികമായും ഇതുമായി കൂട്ടി ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഈ ഡീഗ്രേഡിംഗ് നീക്കങ്ങൾക്ക് സംഘപരിവാർ ഗ്രൂപ്പുകൾക്കൊന്നും ബന്ധമില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മളുമായി സംസാരിച്ച എല്ലാ നേതാക്കളും പറയുന്നത്, ഞങ്ങളാരും ബോധപൂർവമായി ഈ സിനിമ ബാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കെതിരെയോ നീക്കം നടത്തില്ല. ഇതിൻ്റെ പ്രമേയത്തോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. എന്നിരുന്നാൽ കൂടിയും അത്തരമൊരു നീക്കം, സിനിമയെ ഇല്ലാതാക്കുന്ന ഒരു നീക്കം തങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് അവരുടെ വാദം. പക്ഷേ സ്വാഭാവികമായും ഈ വിവാദങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഡീഗ്രേഡിംഗ് ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായും. കാരണം കേരള സ്റ്റോറിക്ക് ശേഷം ഇത്രയധികം രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു സിനിമ, ഇതിനൊരു പ്രത്യേകിച്ചും ഒരു ഹോളിവുഡ്, ഒരു ബോളിവുഡ് നിലവാരത്തിലുള്ള സിനിമ എന്ന രീതിയിൽ പ്രകീർത്തിക്കപ്പെടുമ്പോൾ പോലും ഈ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദം സിനിമയെ ഏതെങ്കിലും രീതിയിൽ സിനിമയുടെ പ്രചരണത്തെ അത് ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബോധപൂർവം ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്? BJP പറയുന്നുണ്ട് അത്തരമൊരു ആഹ്വാനം ഇല്ല, BJPയുടെ നേതൃത്വം അത്തരമൊരു ആഹ്വാനം നൽകിയിട്ടില്ല എന്ന്. പക്ഷേ ഇപ്പോഴും സിനിമയ്ക്കെതിരെ ഒരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ടല്ലോ. അത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സജിത്ത്? ടോം, ഈ സിനിമയ്ക്കെതിരെ ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിവാദങ്ങളും ഫലത്തിൽ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് തിരിച്ചറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിവാദം ഉണ്ടാക്കിയവർ തന്നെ. കാരണം ഈ വിവാദങ്ങളുടെ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഗുണഫലം ഉണ്ടാവുക സിനിമയ്ക്ക് തന്നെയാവും. കാരണം അത് നേട്ടമാവും, ചർച്ച ചെയ്യപ്പെടും. വിവാദമാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ കൂടിയും ചർച്ച ചെയ്യപ്പെട്ടാൽ ആ സിനിമ കാണാൻ ആളുകൾ കൂടുതലായി എത്തും എന്ന സാഹചര്യമാണ് പൊതുവിലുണ്ടായത്. അത് തന്നെയാണ് സംഭവിച്ചതും. നമ്മൾ അതിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോഴും ഉണ്ടായ സാഹചര്യവും അതാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ ഉണ്ടാവുന്നു. ഇന്നലെ മാത്രം 22 കോടിയാണ് സംസ്ഥാനത്ത് ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് മൊത്തം കളക്ട് ചെയ്യപ്പെടുന്നത്. കേരളം കഴിഞ്ഞാൽ പിന്നെ തെലുങ്കിൽ നിന്നാണ്, തെലുങ്ക് പതിപ്പിലാണ് ഏറ്റവും അധികം കളക്ഷൻ. പിന്നീട് ഹിന്ദി, തമിഴ് അടക്കമുള്ള ഭാഷകളിൽ നിന്നും മികച്ച കളക്ഷൻ ഈ സിനിമ ആദ്യ ദിവസം നേടിയിട്ടുണ്ട്. ഇന്നലത്തെ റിലീസ് ദിവസത്തിന് പിന്നാലെ ഇന്നത്തെ ദിവസവും നിറഞ്ഞ സദസ്സിലാണ്, ഹൗസ്ഫുൾ ആയിട്ടാണ് ഈ സിനിമ വിവിധ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. അതുകൊണ്ട് വിവാദങ്ങൾ പൊതുവിൽ എമ്പുരാൻ സിനിമയ്ക്ക് നേട്ടമാക്കിയിട്ടുണ്ട്. ആ നേട്ടമാക്കുക തന്നെയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ സിനിമ ഇങ്ങനെയൊരു പ്രമേയം ഉണ്ടാകുമെന്നത് ആദ്യം ചർച്ചയിൽ ഒരു ഘട്ടത്തിലും ഉയർന്നു വന്നതല്ല. പക്ഷേ ഈ പ്രമേയം ഇതാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അതൊരു പുതിയ തലത്തിലേക്ക് വിവാദം മാറുകയും ആ സിനിമയുടെ ഹോളിവുഡ് ശൈലിയോ അല്ലെങ്കിൽ കോടികൾ മുടക്കിയുള്ള പടത്തിൻ്റെ നിർമ്മിതിയോ അതൊന്നുമല്ല പിന്നീട് ചർച്ചയായത്. മറിച്ച് അത് പങ്കുവയ്ക്കുന്ന പ്രമേയം, അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അതിലേക്ക് തന്നെ ചർച്ചകൾ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അത് ഫലത്തിൽ ആ സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വ്യക്തമാണ്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ സിനിമ ഡീഗ്രേഡിംഗ് പ്രചരണങ്ങളൊക്കെ, ഈ നെഗറ്റീവ് പ്രചരണങ്ങളൊക്കെ ഒരുപക്ഷെ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഒരു പ്രചരണം ഉണ്ടാക്കുന്നു, അനുകൂല ഘടകമാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. കോടികൾ, അത് റെക്കോർഡ് കളക്ഷനിലേക്ക് തന്നെ സിനിമ ആദ്യ ദിവസം തന്നെ പോകുന്നു. എന്തായാലും അത്തരമൊരു ബോധപൂർവം ഈ സിനിമയിലെ ഈ പ്രമേയം, അത് രാഷ്ട്രീയ പ്രമേയം കൊണ്ടുവന്നതാണോ? അതൊക്കെ അതിനുള്ള മറുപടി ലഭിക്കേണ്ടത് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ്.